നേരാമണ്ണം വല്ലതും കഴിച്ചിട്ടോ ഒന്ന് ഉറങ്ങിട്ടോ എത്രയായെന്ന് നിനക്കറിയോ? 2 പെണ്ണുങ്ങൾ മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ എന്നുള്ള തോന്നലെങ്കിലും ശ്യാമേട്ടനുണ്ടോ? നീ സ്ട്രോങ് ആയിട്ട് നിന്നാ ശ്യാം ഇങ്ങനെയൊക്കെ കാണിക്കാൻ ധൈര്യം കാട്ടുവോ? അപ്പീല് കൊടുത്താലും രക്ഷപ്പെടണമെങ്കിൽ ഡൈവേഴ്സ് ചെയ്തേ പറ്റൂ. അറിയാലോ നാരായണിയുടെ ഇളയ മരുമോന്റെ കാര്യം. നാരായണി അവരെ തല്ലിയിട്ടുണ്ടവൻ. എന്നിട്ടൊരുവിൽ എന്തായി? ഒഴിയാ ഭാര്യയായി കിടന്നിരുന്ന അവൻ പാണ്ടിലോറി കയറിയാ ചത്തത്. ദേ നീ ഇത് നോക്കിക്കോ, എണ്ണിക്കൊണ്ട് 13 ദിവസം അത്രേ വാരിത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ദേ പിന്നൊരു കാര്യം, രൂപ 4000 ഞാൻ മുടക്കിയത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നും അറിയാലോ? ഈ കുടുംബത്തിന് വേണ്ടിട്ട്, നമ്മുടെ ഗിരിമോന് വേണ്ടി, ഗംഗമ്മക്ക് വേണ്ടി. ആ വിചാരമൊക്കെ എന്നും ഉണ്ടാവണം. അത്രേ ഈ കഞ്ചനമ്മക്ക് പറയാനുള്ളൂ. കഞ്ചനാമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കറിയില്ല എല്ലാം. ഈ അവസ്ഥയിൽ കഞ്ചനാമ്മ കൂടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന്റെ ഗതി എന്താവുമായിരുന്നു? ആ ഓർമ്മ ഉണ്ടായ മാത്രം മതി. പിന്നെ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല. താൻ പാതി ദൈവം പാതിന്ന നമ്മൾ അടങ്ങിയിരിക്കാൻ പാടില്ല. ഞാൻ ഏതായാലും ഇത്രയൊക്കെ ഒപ്പിച്ചു. ഇനി എല്ലാം ഗംഗമ്മോളുടെ കയ്യിലാ. എന്റെ ഞാനെന്താ ചെയ്യണ്ടേ? ഗിരിമോനെ കാണണം, കണ്ട് സംസാരിക്കണം. സംസാരിക്കാനുള്ളതെല്ലാം നമ്മൾ അവനോട് സംസാരിച്ചതല്ലേ കഞ്ചനാമ്മേ? അവനൊന്നിനും വഴങ്ങിയതുമില്ലല്ലോ. ഇനി എങ്ങനാ ഞാൻ? മോളെ, ഇത് പഴയ പോലെ അല്ല. ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തില്ലേ? ഇനി മോള് നോക്കിക്കോ, അവന്റെ മനസ്സ് മാറുന്നത് ഞാൻ കാണിച്ചു തരാം. ചെന്ന് സംസാരിക്കേണ്ട താമസേ ഉണ്ടാവുള്ളൂ. ഞാനും വരാം. എന്നാലും ചെയ്ത കർമ്മത്തിന് ഫലം ഉണ്ടാകണമെങ്കിൽ നമ്മളും കൂടി ഉത്സാഹിക്കണം. ഒന്നിന്റെ കൂടി തല്ലും കൂടെ. വാര്യത്ത് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ ഇതൊക്കെ ഒന്ന് വേഗം ചെയ്താട്ടെ, നമുക്ക് ഇന്ന് തന്നെ പോകാം. വേഗം നോക്ക്. എപ്പോഴും എപ്പോഴും ഇങ്ങോട്ടിങ്ങനെ ഓടി വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ? നിനക്ക് അങ്ങനെ പറയാം. ഞങ്ങളുടെ വിഷമമൊന്നും നിനക്കറിയണ്ടല്ലോ. നേരാമണ്ണം വല്ലതും കഴിച്ചിട്ടോ ഒന്ന് ഉറങ്ങിട്ടോ എത്രയായെന്ന് നിനക്കറിയോ? ഗിരിമോന് ഞങ്ങളെ ഒന്നും വേണ്ടെങ്കിലും ഞങ്ങൾക്കങ്ങനെ കരുതാൻ പറ്റില്ലല്ലോ. ശ്യാമേട്ടന് പോലും ഇപ്പൊ ഞങ്ങളെ വേണ്ടാതായി. എപ്പോഴെങ്കിലും ഒന്ന് കയറി വന്നായി. ശാലിനി ശ്യാമേട്ടനെ പോലും പറഞ്ഞു തിരിച്ചിരിക്കുക, അറിയോ നിനക്ക്? അല്ലെങ്കിൽ എപ്പോ വന്നാലും ശാലിനിയെ കുറ്റം പറയാനാണല്ലോ രണ്ടാളും ശ്രമിക്കാറ്. കുറ്റം പറയുന്നതിലാണോ ഗിരി തെറ്റ്? 2 പെണ്ണുങ്ങൾ മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ എന്നുള്ള തോന്നലെങ്കിലും ശ്യാമേട്ടനുണ്ടോ? ഇപ്പൊ പല രാത്രികളിലും ശ്യാമേട്ട ശാലിനിയുടെ കൂടെ ആ വീട്ടിൽ തന്നെ. അതിന് ഉത്തരവാദികൾ മറ്റാരുമല്ലല്ലോ. ഇവിടെ നിങ്ങൾ രണ്ടാളെങ്കിലും ഉണ്ട്. പക്ഷെ അവിടെയോ? അവിടെ ശാലു എന്റെ കുഞ്ഞു മാത്രമല്ലേ ഉള്ളൂ. അതിന് കാരണക്കാരനാരാ? അവള് തന്നെയല്ലേ? സ്വന്തം ഇഷ്ടത്തിന് തോന്നിയ പോലെ ഇറങ്ങി പോയതല്ലേ? വേണ്ട, അതൊന്നും ഇനി അധികം വിസ്തരിക്കണമെന്നില്ല. ഒക്കെ എനിക്കറിയാം. ഇപ്പോഴും നിനക്ക് വിശ്വാസം അവളെ മാത്രം? സ്വന്തം കൂടെ പിറപ്പ ശത്രു അല്ലേ? അതെ, ആ ശ്യാമിനെ കണ്ടുപഠിക്ക്. പെങ്ങള് പറഞ്ഞതിന്റെ ഒരു ചുവട് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുക. ഇതും ആങ്ങളെയും പെങ്ങളുവാ, പറയാൻ മാത്രം കൊള്ളാം. ഗിരി, നീ സ്ട്രോങ് ആയിട്ട് നിന്നാ ശ്യാം ഇങ്ങനെയൊക്കെ കാണിക്കാൻ ധൈര്യം കാട്ടുവോ? കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായാ പറഞ്ഞ് രമ്യതപ്പെടുത്തേണ്ട ആള് തന്നെ കൂടെ നിന്ന് വളം വെച്ചു കൊടുക്കുന്നു. കൊള്ളാം. നിനക്കറിയോ ഗിരി, ശ്യാമേട്ടന് ഞാനിന്നൊരു അധികപ്പറ്റ പെങ്ങളുടെ ഉപദേശം കേട്ടു ഞാനുമായുള്ള ബന്ധം പോലും വേർപെടുത്താൻ തയ്യാറായി നിൽക്കുക ശ്യാമേട്ടൻ. എന്റെ മുഖത്ത് നോക്കി ശ്യാമേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയി മോനെ. ശ്യാമേട്ടൻ ഒരിക്കലും അങ്ങനെ പറയില്ല. നീ കേട്ടില്ലല്ലോ, എന്നോടല്ലേ പറഞ്ഞത്? ഉള്ളതാ മോനെ, അവൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നേര് തന്നെയാ. എങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ടാവും. ശാലിനിയെ ചൊല്ലിയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവന് സ്വന്തം ഭാര്യയേക്കാ വലുത് പെങ്ങളാ. നമുക്കൊന്നും ഒരു വിലയുമില്ല. നിങ്ങൾ പൊക്കോളൂ മോനെ. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക്.
നിനക്ക് വേണ്ടടാ. ഭാര്യത്തെ ജോത്സ്യം പറഞ്ഞോണ്ടല്ലേ? ശാലിനി എന്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം അപ്പീലിന് പോകാൻ പോലും എനിക്ക് മനസ്സ് തോന്നില്ലെന്നല്ലേ അയാൾ പറഞ്ഞത്? എങ്കിൽ കേട്ടോ, ഞാൻ അപ്പീൽ കൊടുക്കാൻ തീരുമാനിച്ചു. അതിനുള്ള പേപ്പേഴ്സ് സൈൻ ചെയ്യുകയും ചെയ്തു. എത്ര അപ്പീൽ കൊടുത്താലും രക്ഷപ്പെടാൻ പോകുന്നില്ലടാ. അതല്ല ഞാൻ പറഞ്ഞത്, അപ്പീൽ കൊടുത്താലും രക്ഷപ്പെടണമെങ്കിൽ ഡൈവേഴ്സ് ചെയ്തേ പറ്റൂ. അതാ. വാ മോളെ, വാ. ആഹാ, മുറിയിലേക്ക് പോയില്ലേ? ഇതാ കാപ്പി. എന്താ ചായ? എന്താ പറ്റിയേ? മോളെക്കുട്ടി, അവൻ ഇന്നും എന്നെ കാണാൻ വന്നിരുന്നു. ആര്? മൈക്കിൾ. അവൻ ജർമ്മനിയിലേക്ക് മടങ്ങുകയാണത്രേ. എപ്പോ? ഏറിയാൽ ഒരു 2 ആഴ്ച. അവൻ പ്രത്യേകിച്ച് എന്തെങ്കിലും? പഴയ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചു. ക്ലാരയുടെ മനോഭാവങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോന്ന്. ഞാൻ എന്നാ പറയാനാ, കേട്ടു നിൽക്കാനല്ലാതെ. അവൻ കൂടുതൽ ക്ഷീണിതനായിട്ടുണ്ട്. ഇപ്പോഴും ക്ലാരയെക്കുറിച്ച് അവന് പ്രതീക്ഷകളുണ്ട്. പക്ഷെ അവള്... മൈക്കിളിന്റെ അവസ്ഥ കാണുമ്പോൾ വല്ലാതെ വേദന തോന്നുന്നു മോളെ. ദേ, ആ കുഞ്ഞിനെ പോലും സ്വീകരിക്കാൻ അവൻ തയ്യാറാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്നതാ ചെയ്യാൻ പറ്റുക? പറയാനുള്ളത് മുഴുവനും നമ്മൾ അവളോട് മാറി മാറി പറഞ്ഞല്ലേ അച്ചായ? മനസ്സ് തോന്നേണ്ടതും തീരുമാനമെടുക്കേണ്ടതൊക്കെ അവളല്ലേ? ദേ, നീയേ ഒന്നുകൂടി അവളോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ? ഞാനോ? ഞാൻ സംസാരിച്ച ശരിയാകില്ല, അതുകൊണ്ടാ. ഓ, അവൾ വേറെ വല്ലതൊക്കെ ധരിക്കൂ. നീ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. മൈക്കിന്റെ കാര്യത്തിൽ ഞാനൊന്നോ അച്ചായനൊന്നോ ഒന്നും അവക്കില്ല. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അവളുടെ ഭാവം മാറും. അങ്ങനല്ല മോളിക്കുട്ടി, ഇപ്പോഴവളൊരു വല്ലാത്ത ഘട്ടത്തിലാണ്. സ്നേഹയെ അവൾക്ക് നഷ്ടപ്പെടുമോ എന്ന് അവൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ആ അയ്യരും ശ്യാമും ഒക്കെ ഓടി നടക്കുകയല്ലേ. ഇങ്ങനൊരു സാഹചര്യത്തിൽ സ്നേഹയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു പക്ഷേ അവൾ മൈക്കിളിനോടൊപ്പം പോകാൻ തയ്യാറായെങ്കിലോ? അതിനവള് തയ്യാറാവോ അച്ചായ? എനിക്ക് തോന്നുന്നില്ല. എന്തോ, എന്തായാലും ദേ, നീയേ തഞ്ചത്തിൽ അവളോടൊന്ന് സംസാരിച്ച് നോക്ക്. ചിലപ്പോ കർത്താവ് അവളിൽ അങ്ങനൊരു തോന്നൽ ഉണ്ടാക്കുകയാണെങ്കിലോ? മൈക്കിളിനോടുള്ള സഹതാപോ താല്പര്യമോ ഒന്നും അല്ലെങ്കിൽ കൂടി അവൾ അതിന് തയ്യാറായേക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം.
ഉറങ്ങിയോ? ആ, ചെറിയൊരു ചൂട് പോലെ. ഞാൻ സിറപ്പ് കൊടുത്തു. വൈകിട്ട് വെള്ളത്തിൽ കളിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ. ഓ, വലിയ ചൂടൊന്നുമില്ല. ഇന്ന് വല്യപ്പച്ചനൂടെ കിടക്കാൻ മോളെ കണ്ടില്ലല്ലോ എന്ന് പറയുന്ന കേട്ടു. നീ വിളിച്ചിരുത്തി വല്ല ഹോംവർക്കും ചെയ്യിക്കാതാ ഞാൻ കരുതിയേ. ഇന്ന് ഏതായാലും ഇവിടെ തന്നെ കിടന്നോട്ടെ, ഉണർത്തണ്ട. രാത്രി വല്ല വിശേഷം ഉണ്ടെങ്കിൽ വിളിക്കണേ. ഓ, കുഴപ്പമൊന്നുമില്ല മമ്മി. അവൾ ഉറങ്ങിക്കോളും. മമ്മി പോയി കിടന്നു. എന്താ മമ്മി? മോളെ, നീ ചൂടാവുകയും ബഹളം വെക്കൊന്നും ചെയ്യരുത്. മമ്മി പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം. അവൻ ഇന്ന് വീണ്ടും പപ്പയെ കാണാൻ ചെന്നിരുന്നു. ആര്? മൈക്കിൾ. നിനക്ക് അവനെ വെറുപ്പാണെന്ന് അറിയാഞ്ഞിട്ടല്ല. എന്നാലും അവൻ പറഞ്ഞ കാര്യങ്ങൾ നിന്നെ ധരിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നി, അതുകൊണ്ടാ. അയാൾക്ക് പറയാനുള്ളതെല്ലാം എന്നോട് നേരിട്ടും പപ്പ വഴിയും മമ്മി വഴിയും പലതവണ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോഴൊക്കെ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതല്ലാതെ ഇയാൾക്ക് ഇനി എന്താ പുതിയതായിട്ട് പറയാനുള്ളത്? പറയാനുള്ളതൊക്കെ പഴയ തന്നെയാ. അയാളിപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. എന്തിന്? വീണ്ടും അയാളുടെ പേക്കൂത്തുകൾക്ക് സാക്ഷിയാവാനോ? അവനിപ്പൊ പഴയ ആളല്ലല്ലോ മോളെ. അതയാളുടെ അഭിനയമാണ്. സാത്താൻ ഒരിക്കലും സുവിശേഷകനാകാൻ കഴിയില്ല മമ്മി. അയാൾക്കിപ്പോ ആവശ്യം ഒരു ഹോം നഴ്സിനെയാ. ഞാനാകുമ്പോ പ്രതിഫലം തരണ്ടല്ലോ. നീ കരുതുന്ന പോലെയൊന്നും അല്ല മോളെ. അവൻ ജർമ്മനിയിലേക്ക് മടങ്ങിയാണെന്ന്. അതുകൊണ്ട് ഞാനും കൂടെ ചെല്ലണമായിരിക്കും. അതല്ലേ മമ്മി പറയാൻ പോകുന്നത്? ഇതേ കാര്യവും പറഞ്ഞുകൊണ്ടാണല്ലോ അയാൾ അന്ന് എന്നെ പള്ളിയിൽ വന്ന് കണ്ടത്. മോളെ, നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാറ്റം നല്ലതാണെന്നാ പപ്പയും പറയുന്നേ. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരെ സ്നേഹമോളെയും കൊണ്ട് കുറച്ച് അകലെ എവിടെയെങ്കിലും. അത് ഈ പറഞ്ഞ പോലെ ജർമ്മനിയെ മറ്റേ ആണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ആർക്കും വന്നെത്താനും പറ്റില്ലല്ലോ. അത് മൈക്കിളിനോടൊപ്പം തന്നെ ആവണമെന്ന് നിർബന്ധമുണ്ടോ? എന്റെ മോളെ സംരക്ഷിക്കാൻ എനിക്കറിയാം. അതിനെനിക്ക് അയാളുടെ സഹായം ഒന്നും ആവശ്യമില്ല. അഥവാ ഞാൻ അയാളോടൊപ്പം പോയാൽ തന്നെ എന്റെ മോള് സുരക്ഷിതയാവൂന്ന് എന്താ ഉറപ്പ്? സ്നേഹമോളെ കൂടെ സ്വീകരിക്കാൻ മൈക്കിൾ ഒരുക്കമാണല്ലോ. അതെ, അതെന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ പോലും മൃഗീയമായി കൊന്നവനയാള്. അപ്പൊ പിന്നെ അന്യായി ഈ കുഞ്ഞിന്റെ കാര്യം പറയണോ? നീ വെറുതെ ഓരോന്ന് ആലോചിക്കുക. ശരിയായിരിക്കാം. പക്ഷേ എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ മാത്രമേ ആലോചിക്കാൻ കഴിയൂ. അതെന്റെ അനുഭവങ്ങൾ കൊണ്ടാ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എല്ലാം ഞാൻ വളരെ വ്യക്തമായി തീരുമാനിച്ചുറപ്പിച്ചിട്ടുമുണ്ട്.